ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെടെക് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ചെറിയൊരു തയ്യൽ മെഷീനാണ്, മിനി സ്റ്റിങ് മെഷീന്. അപ്പം ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇത് സ്റ്റക്കാണ് കേട്ടോ. ഇത് മോട്ടർ മൂളി കിടക്കുകയാണ്, സ്റ്റക്കായി കിടക്കുകയാണ്, വർക്കിംഗ് അല്ല. അപ്പോൾ നമുക്കൊന്ന് അയച്ചേ എന്താണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളതെന്ന് അയച്ച് നമുക്ക് നോക്കാം. ഇത് അയച്ചെടുത്തിട്ടുണ്ട്, സ്ക്രൂറൊക്കെ അയച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്നുള്ളത്, സംഭവം എന്താണെന്നുള്ളത് നമുക്കതിങ്ങനെ നോക്കട്ടോ. ഇതാണ് അതിൻ്റെ ഉൾവശമൊക്കെ കണ്ടില്ലേ. ഒരു മോട്ടറുണ്ട്, ഒരുപാട് വീലുകളൊക്കെ ഉണ്ട്, പ്ലേ വീലുകളൊക്കെ ഉണ്ട് കണ്ടില്ലേ. ഇതാണ് ഇതിൻ്റെ ഒരു വീലാണത്. അപ്പോൾ ഇത് എന്തോ സ്റ്റക്കായിട്ടുണ്ട്, എന്തോ കുടുങ്ങി കിടക്കുന്നൊരു പോലെയാണ്. അപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ, ഇതാ ഇവിടെ ശ്രദ്ധിച്ചു നിങ്ങൾ. സൂചി, നമ്മുടെ തയ്യൽ മെഷീൻ്റെ ഇതിൻ്റെ സൂചി തന്നെ പൊട്ടിക്കാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടന്നതാണ്. അങ്ങനെയാണ് ഇത് ഈ വീല് കറങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത് വർക്കിംഗ് ആവാത്തത്. അപ്പം ഏതായാലും നമ്മൾ അയച്ചതൊക്കെയാണ്. ഇനി നമുക്ക് കുറച്ച് ഗ്രീസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. ഏതായാലും അയച്ച സ്ഥിതിക്ക് ലേശം ഗ്രീസൊക്കെ നമുക്ക് ആ വീലിൻ്റെ അവിടെയൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചില്ലേ, സൂചി പൊട്ടിയതാണ്, പൊട്ടി അതിൻ്റെ ഉൾവശം കുടുങ്ങി കിടന്നതാണ്. ഇത് ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇനി നമുക്ക് ലേശം വേണമെങ്കിൽ ലേശം ഓയിലും ഇവിടെയൊക്കെ നമുക്ക് കൊടുക്കാം. ഒന്ന് സ്മൂത്തായിട്ട് വർക്ക് ചെയ്തോളും. ലേശം ഓയിലും നമുക്ക് എല്ലാ ഭാഗത്തും ഇങ്ങനെ ലേശം ഓയിലും ഒന്നിങ്ങനെ ഉറ്റിച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് ഇതിൻ്റെ അഡാപ്റ്റർ കൊടുത്ത് 6 വോൾട്ട് ആണ് ഇതിൻ്റെ പവർ സപ്ലൈ. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഒക്കെ വർക്കിംഗ് ആണ് കണ്ടില്ലേ. ഇതേപോലെ ആവണം. അതിങ്ങനെയല്ലായിരുന്നു, സ്റ്റക്കായി കിടക്കുകയായിരുന്നു. കാരണം ആ സൂചി അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടന്ന കാരണം കൊണ്ടായിരുന്നു ഇങ്ങനെ വീലുകളൊന്നും കറങ്ങാത്തത്. പിന്നെ നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ ഇത് ഗേസൊക്കെ മൂടി നമുക്ക് സ്ക്രൂ ചെയ്യാം. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ നമ്മളെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് ഇതുപോലുള്ള കൊച്ചു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. ഇപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒക്കെ സെറ്റാക്കി സ്ക്രൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഓണാക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഇപ്പം വർക്കിംഗ് ആണ്. ഇനി അതിൻ്റെ ഉപയോഗം എങ്ങനെ, നൂലിടുന്ന രീതിയും ഇത് എങ്ങനെ ഇതാക്കുന്നതെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതിലൂടെ നൂല് മുകൾ വശം വെച്ചതിന് ശേഷം ഇതിലൂടെ എടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ ഈ തൊട്ടടുത്തുള്ള ഈ കാണുന്നതാ, ഇവിടെയാണ് നമ്മളെ സ്റ്റിച്ച്. ഇവിടെ ഇതാകുമ്പോഴാണ് ടൈറ്റിൽ നിൽക്കുള്ളൂ. സ്റ്റിച്ചുകൾ വലുതാക്കാനും ചെറുതാക്കാനൊക്കെ ഇത് ടൈറ്റിൽ പറ്റ ടൈറ്റ് ആക്കണ്ട, കുറഞ്ഞ രീതിയിൽ. പിന്നെ ഈ അടുത്തുള്ള ഈ ഹോൾസിലൂടെയും ഇതിലൂടെയും കയറ്റുക. പിന്നെ ഈ മുകളിൽ ഇതിലൂടെയും നമ്മളെ സാധാ തയ്യൽ മെഷീൻ്റെ പോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിൽ ഉപയോഗിക്കുന്ന തയ്യൽ മെഷീൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ നൂലുകളൊക്കെ കോക്കുന്ന രീതി. നമുക്ക് ഇവിടെ ഇതിലൂടെ ഇനി നമുക്ക് ഇതിൻ്റെ സൂചി വെച്ചിട്ടില്ല. ഇതായി സൂചി കൂടി നമുക്കിവിടെ കൊടുക്കാം.
സൂചി അയക്കുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാ ഈ കാണുന്ന ഇതിലൂടെ കയറ്റി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വേണ്ട ഇത് തിരിക്കുക, ഇത് തിരിച്ച് ടൈറ്റ് ആക്കുക. അപ്പോൾ സൂചി അവിടെ ടൈറ്റ് ആയിട്ട് വെക്കും. ഇനി നമുക്ക് സൂചി കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ സൂചിയൊക്കെ കോത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ലൂസാക്കിയിടുക, കാരണം ഇനി ഇതിൻ്റെ ഓണാക്കുന്ന സമയത്ത് സൂചി വലിഞ്ഞു പോകാതിരിക്കാൻ ലേശം അത്യാവശ്യത്തിന് ഓണാക്കി. ഇനി നമുക്ക് ഈ ബോബിന് ഇത് കണ്ടില്ലേ, അടിനൂല് അടിയിൽ വെക്കണ അത് ഇതെങ്ങനെ ചുറ്റിലെന്ന് ചോദിച്ചാൽ അതിനുള്ള സജ്ജീകരണമുണ്ട്. ഈ കാണുന്ന ഇവിടെ ഇതിങ്ങനെ വെച്ചതിന് ശേഷം അതിനുള്ളതാണ് ഈ ഒരു ഇത്. ഇവിടെ വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാം. അങ്ങനെ ചുറ്റിയെടുത്താണ് ഞാനിത്. ഇനി നമുക്കിത് ഇതുപോലെ ഈ ചാലിലോട്ടാണ് വെക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കത് ഓണാക്കി നോക്കട്ടോ. ഓണാക്കുമ്പോൾ അടിയിലുള്ള അടിനൂല് മുകളിലോട്ട് വരും. അപ്പോൾ ഇതാ അടിയത്തെ നൂലും 2 നൂലും മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ തുണിയൊന്നുമില്ല അടിക്കാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കടലാസ് വെച്ചുകൊണ്ട് ഒന്ന് അടിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് സ്റ്റിച്ച് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, എന്നാൽ കുഴപ്പമില്ല, ചെറിയ രീതിയിൽ റെഡി ആയി വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക്